ആലപ്പുഴ നൂർനാട് 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂർനാട് SHOയോടും റിപ്പോർട്ട് തേടി. കുട്ടിയെ CWCക്ക് മുന്നിൽ ഹാജരാക്കും. 24 ആണ് കുട്ടി നേരിട്ട ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, ഈ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഒപ്പം ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഏതു തരത്തിലാണ്? വിശദാംശങ്ങൾ എങ്ങനെ സുജിത്ത്? റിജിത്ത്, ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടതിനു പിന്നാലെ ഇപ്പോൾ കുട്ടിയെ CWC ആലപ്പുഴ ഓഫീസിൽ ഹാജരാക്കി. ഇതിനുശേഷം CWC ചെയർപേഴ്സൺ കുട്ടിയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ കുട്ടിയെ CWCയുടെ സംരക്ഷണയിലാക്കാമെന്ന് പറഞ്ഞെങ്കിലും കുട്ടി അതിനെ സമ്മതിച്ചില്ല. പിതൃമാതാവിനോടൊപ്പം നിന്നുകൊള്ളാമെന്നാണ് കുട്ടി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടി ഇതിൻ്റെ ഒരു ധാരണാപത്രം കുട്ടിയുടെ പിതൃമാതാവിന് ഇവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ പഠനവും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് പിതൃമാതാവ് CWCക്ക് മുന്നിൽ അറിയിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് കുട്ടിക്ക് എല്ലാ സംരക്ഷണവും നൽകും, കുട്ടിക്കൊപ്പമുണ്ട് എന്ന വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് പിന്നാലെയാണ് തുടർന്ന് നടപടികൾ വേഗത്തിലായിരിക്കുന്നത്. അതേസമയം പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത്രയും സമയമായിട്ടും പ്രതികളെ പിടികൂടാൻ, അതായത് കുട്ടിയുടെ രണ്ടാനമ്മയെയും പിതാവിനെയും പിടികൂടാൻ പോലീസിന് ആയിട്ടില്ല. പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ആലപ്പുഴ SPയുടെ നേതൃത്വത്തിലുള്ള നൂർനാട് SHO അടങ്ങുന്ന 8-അംഗ സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഇപ്പോൾ ഈ പല ആളുകളെയും ഇയാൾ ഫോണിൽ വിളിച്ച്, ഈ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ പിതാവ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായും നമുക്ക് അറിയാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് PTA പ്രസിഡന്റിനെ അല്പസമയം മുമ്പ് ഇയാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുകയാണ്. ഏതായാലും ഈ വാർത്ത 24 ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. കുട്ടിക്ക് നീതി ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജിത്ത്, ശരി, കുട്ടിയെ ഇപ്പോൾ വല്യമ്മയുടെ സംരക്ഷണയിലേക്ക് മാറ്റിയിട്ടുണ്ട്. CWC നേരത്തെ സംരക്ഷണം നൽകാം എന്നറിയിച്ചിരുന്നെങ്കിലും കുട്ടി പക്ഷേ വല്യമ്മയ്ക്കൊപ്പം നിന്നോളാം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് CWC അറിയിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതികൾ ഒളിവിലാണുള്ളത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.